വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്, The Life of Nika. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റു. ഇവിടെ ഇപ്പോൾ രാവിലെ 8 മണിയായി. തേഴ്സ്ഡേയിലാണ് നമ്മളിപ്പോൾ ഈ വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് രണ്ടുപേർക്ക് ഓഫാണ്. അപ്പോൾ ഇന്നൊരു ചെറിയ പരിപാടിയായിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുക. എന്താണ് ആ പരിപാടിയുടെ പേര്? A day in our life. ഓ, ഫ്രഷാ, പുതിയതാണ്. എല്ലാവരും ചെയ്യാത്ത കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഡേ ഇൻ അവർ ലൈഫിൽ നമ്മൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് രാവിലെ 8 മണിക്ക് എഴുന്നേറ്റ് നടക്കാൻ ഇറങ്ങി. നമ്മൾ സ്ഥിരം നടക്കാൻ ഇറങ്ങുന്നതാണ്, പക്ഷേ ഇന്ന് രണ്ടുപേർക്ക് ഓഫ് ഉള്ളത് കൊണ്ട് നമ്മൾ ഒരുമിച്ച് നടക്കുകയാണ്. അല്ലെങ്കിൽ രാവിലെ എല്ലാ ദിവസവും രാവിലെ എനിക്ക് ജോലിക്ക് പോകും, പിന്നെ എനിക്ക് ഉച്ചയ്ക്കാണ് ജോലി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓഫുള്ള ദിവസങ്ങളിൽ നടക്കാൻ ഇറങ്ങും. അത് നമ്മൾ ഒരു ചെറിയ വ്ളോഗായിട്ട് കാണിക്കുകയാണ്. എല്ലാവരും നമ്മുടെ വ്ളോഗ് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാം. നമ്മളിങ്ങനെ ഏകദേശം ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നടന്ന് എവിടം വരെ എത്തും എന്നൊന്നും അറിയത്തില്ല, എന്നാലും നമ്മൾ മാക്സിമം നടക്കും അല്ലേ? വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ജ്യൂസ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് നിക്കോച്ചി ഇങ്ങനെ കുറേ കാര്യങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ലൈം ഉണ്ട്, ഗ്രീൻ ആപ്പിൾ ഉണ്ട്, കുക്കുംബർ ഉണ്ട്, സെലറി ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, ജിഞ്ചർ ഉണ്ട്. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ നടക്കാൻ പോയിട്ട് വന്നിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കിയായിരുന്നു. പറ. ഇതിൽ ജിഞ്ചർ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, ആപ്പിൾ ഉണ്ട്, ലൈം ഉണ്ട്, സെലറി ഉണ്ട്. ഇത്രയും കാര്യങ്ങളുണ്ട്. പക്ഷെ കുടിച്ചപ്പോൾ കുഴപ്പമില്ല. ജിഞ്ചർ വേണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ മാളിൽ പോകാമെന്ന് വിചാരിച്ചു, ബിക്കോസ് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ പോയി സുന്ദരിയുമായിട്ട് പോയിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ റെഡിയായി തിരിച്ചു വന്നു. ഇനി നേരെ നമ്മൾ ഷോപ്പിങ്ങിന് മാളിൽ പോകാനായിട്ട് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ സുന്ദരനും സുന്ദരിയായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കാണാം, മാളിൽ കാണാം. ഞങ്ങൾ അങ്ങനെ ഇറങ്ങി ഒരാളുടെ പുതിയ സൺഗ്ലാസ് കാണിക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു ക്ലിപ്പ്. എങ്ങനെയുണ്ട് ഗൈസ്? കമന്റ്സിൽ അറിയിക്കൂ. നമ്മൾ എവിടെ നിന്നാണ് അത് മേടിച്ച? വാങ്കൂവർ. ഏത് ബ്രാൻഡാണ്? ബ്രാൻഡൊന്നും ഇല്ല, ഒരു ചെറിയ ഷോപ്പായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ മാളെത്തി, കാർ പാർക്കിംഗ് ഒക്കെ ചെയ്തു. ഇപ്പം മാളിലോട്ട് നടക്കുകയാണ്. മാളിൽ പോകുന്ന വേറൊരു വഴിയാണ് സത്യം പറഞ്ഞാൽ ഇത്. നമ്മളിപ്പോൾ ഈ ഒരു വഴി പാർക്ക് ചെയ്തിട്ട് നടക്കുകയാണ്. എൻ്റെ കൂടെയുള്ള ക്യാമറാമാൻ ഖയാമിനൊപ്പം ക്യൂട്ട്നെസ് ഓവർലോഡഡ് നിക്കി ജോയ്. എന്നെ കാണാൻ പറ്റുന്നില്ല, ഞങ്ങളെ കാണുന്നുണ്ടല്ലേ. ഗൈസ്, അങ്ങനെ ഇപ്പോൾ വെഴ്സാച്ചി ഷോറൂമിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ് ഞങ്ങൾ. നമ്മൾ ഫ്രണ്ടിൽ മാത്രം ഇങ്ങനെ വന്ന് ഫോട്ടോ എടുത്തിട്ട് പോകും. വെഴ്സാച്ചി. നിക്കോച്ചിക്ക് എന്തെങ്കിലും ഒരു പപ്പിയാണ് എൻ്റെ അടുത്തൂടെ പോയതല്ലേ. വെഴ്സാച്ചിയിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചു തരാൻ താല്പര്യമുണ്ടോ? ഒന്നുമില്ല. ഓക്കെ
ഗൈസ് ഞങ്ങളിപ്പോൾ ഒരു കടയുടെ ഫ്രണ്ടിലാണ് എത്തിയിരിക്കുന്നത്. ഇത് ഡാലസിലുള്ള ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ആപ്പിൾ സ്റ്റോറാണ്. മഞ്ഞ ചെമല ഓറഞ്ച് എല്ലാം ഉണ്ടല്ലേ. നമുക്ക് ഇത് മേടിക്കാനുള്ള പ്ലാൻ ഉണ്ടോ? ഇല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഇഷ്ടപ്പെട്ടായിരുന്നു. ബ്ലൂ ആണ്. വയൽ കാണാം. വയൽ കാണാം. അച്ഛങ്ങളാ ഞങ്ങളിപ്പം ആപ്പിൾ പ്രോഡക്റ്റിൽ ഈ ഐപാഡ് പ്രോ ഉണ്ടല്ലോ, ഐപാഡ് പ്രോ ആണ് ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയത്. മേടിക്കാനല്ല, ജസ്റ്റ് ഒന്ന് റിവ്യൂ എടുക്കാമെന്ന് അല്ലേ. റിവ്യൂ എടുക്കാമെന്ന്. ആപ്പിൾസ് തിന്നസ്റ്റ് പ്രോഡക്റ്റ് അല്ലേ. നല്ല രസമുണ്ട്. പക്ഷേ ഗൈസ് ഇതാണ് വിഷൻ പ്രോ. വിഷൻ പ്രോ ഇറങ്ങിയ സമയത്ത് ഭയങ്കര ഹൈപ്പായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പം ആർക്കും വേണ്ട കേട്ടാ. ഇവിടെയൊക്കെ അതാ വെറുതെ ഇരിക്കുന്നു. വിഷൻ പ്രോയ്ക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ക്യൂ ആയിരുന്നു. $3,499 US ആണ്. അപ്പോൾ ഇങ്ങനെ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിപ്പോൾ തിരിച്ചല്ല, മുകളിൽ വന്നിട്ട് അടുത്ത വേറൊരു കടയിൽ കയറാനായിട്ടാണ്. സഫോറ എന്ന് പറയുന്ന കടയിലോട്ടാണ് പോകുന്നത്. സഫോറയിൽ എന്താണുള്ളത് എനിക്കോജി? എല്ലാം ഒരു മേക്കപ്പ് കടയാണ്. കാണിച്ചു തരാം അതെങ്ങനെയുണ്ടെന്ന്. അതാണ് സഫോറ. കാണാൻ പറ്റുന്ന ഗൈസ്. അങ്ങനെ സഫോറയ്ക്കുള്ളിൽ കയറിയിരിക്കുകയാണ്. സഫോറയിലുള്ള കാര്യങ്ങളാണ് ഈ കാണുന്നതല്ല. എങ്ങോട്ടാ? നമ്മുടെ നൈക്കി ഷോറൂമിൽ കയറുകയാണ്. നമ്മുടെ നൈക്കി ഷോറൂമിൽ കാണിച്ചു വിടും. അങ്ങോട്ട് നമ്മുടെ നൈക്കി ഷോറൂം. ഞങ്ങളിപ്പോൾ നൈക്കി ഷോറൂമിലാണ്. നൈക്കി എന്താ വേണം നൈക്കിന്ന്? എനിക്കൊരു ജോർഡൻ മതി. അപ്പോൾ ഇതെങ്ങനെയുണ്ട്? നമ്മുടെ നൈക്കി ലോ ഡങ്ക് ഒരു $125 പറയുന്നത്. പക്ഷേ എടുക്കണോ വേണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. കാര്യം ഷൂസ് ഭ്രാന്താണ് നമുക്ക്. ഇത് കൊള്ളാമോ കമന്റ് അല്ലേ? ഇത് സത്യം പറഞ്ഞാൽ ഇത് പാൻഡയാണ്. ഇത് ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്. എന്തോ മേടിച്ചത്? മച്ച ലാറ്റെ. മച്ച ലാറ്റെ ആണോ ഫേവറേറ്റ്? ഓക്കെ, എൻ്റെയും ഫേവറേറ്റ് കേട്ടോ. പ്രൈഡ് മന്ത് ആയതുകൊണ്ട് ഒരു റെയിൻബോ ഫ്ലാഗ് ഇട്ടു. ഓക്കെ. അപ്പോൾ മാളിൽ വന്നിട്ട് നമ്മൾ ഈ ഫുഡ് കോർട്ടിൽ വരാതിരിക്കുന്നത് മോശമല്ലേ? അങ്ങനെ ഇപ്പം ഫുഡ് കോർട്ടിലൊന്നും കഴിക്കാനായിട്ടുള്ള വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു ലാലാ ലാൻഡ് എന്ന് പറയുന്ന ഒരു കോഫി ഷോപ്പിൽ നിന്ന് എന്താ മേടിച്ച? ഞാനൊരു മച്ച ലാറ്റെ വിത്ത് ഓട്ട് മിൽക്ക്. ഓക്കെ, ഞാനൊരു സ്ട്രോബെറി കൂളേഴ്സ് അല്ലേ, ഒരു ഐസ് ടീ ഒക്കെ ഉള്ള ഒരു സംഭവം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ വന്ന് കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കാൻ കരുതി അല്ലേ. മാച്ച ലാറ്റെ കുടിച്ച് ഒരു റേറ്റിംഗ് കൊടുക്കും. മാച്ച ലാറ്റെ എങ്ങനെയുണ്ട്? എത്ര റേറ്റിംഗ് കൊടുക്കാം നമുക്ക്? 9 out of 10. 9 ഉണ്ടോ? ഓക്കെ. പണ്ട് ഈ മാച്ച ലാറ്റെ നമ്മൾ കുടിക്കത്തില്ലായിരുന്നു. ആദ്യം കുടിക്കുമ്പോഴത്തേക്ക് അയ്യേ ഇതെന്തോന്നു പുല്ല. ഇപ്പം മാച്ച ലാറ്റെ ഇപ്പം നമ്മളെ ഫേവറേറ്റ് ആയി. ഇത്ര പോരാ കേട്ടോ. സ്ട്രോബെറി കൂളേഴ്സ് വെച്ചിട്ട് മധുരമില്ല. ഞാൻ മാച്ച ലാറ്റെ ട്രൈ ചെയ്യാണ്. മാച്ച ലാറ്റെ പൊളിച്ച് അത് കാരമൽ സിറപ്പും കൂടെ ആഡ് ചെയ്തുകൊണ്ട് കൊള്ളാം. ഞങ്ങളൊരു ഷൂ കടയിലേക്ക് കയറി. ഗൈസ്, ഇതൊരു പുതിയ എഡിഷൻ ന്യൂ ബാലൻസ് 9060. ഇവിടെ ഒരു ചെറിയൊരു കാഫെയാണ്. അതിൻ്റെ പേര് ഈറ്റലി അല്ലേ? ഈറ്റലിയിൽ സത്യം പറഞ്ഞാൽ ഇതെന്താ വീഗനാണോ?
ഓക്കെ. വീഗൻ ഒരു ഓർഗാനിക് ലുക്കുണ്ട്. പക്ഷേ ഞങ്ങളിപ്പം ഇങ്ങനെ ഇറ്റലിയിൽ കയറുകയാണ്. കോഫി, ഐസ്ക്രീം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഡേ നാട്ടിലെ ബട്ടർ ബണ്ണ് ഡേ ഗൈസ്. അപ്പോൾ നമ്മളിനി അടുത്ത സെക്ഷൻ വന്നേക്കുന്നതാണ് ഈ ഒരു കേക്ക് സെക്ഷൻ. ഇത് നമ്മുടെ ഫേവറേറ്റ് സെക്ഷനാണ് സത്യം പറഞ്ഞാൽ. നിക്കോച്ചി ഇതായി എത്തിക്കഴിഞ്ഞു. നിക്കോച്ചി എന്തൊക്കെ മേടിച്ച്? ഗൈസ് ഇതാണ് കനോലി വിത്ത് പിസ്താഷ്യോ. നമ്മുടെ നാട്ടിലെ ബട്ടർ ബണ്ണാണ് ഗൈസ്. അതായത് ക്രീം ബണ്ണ്. അതായത് സത്യം പറഞ്ഞാൽ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് നാട്ടിലെ ക്രീം ബൺ. ഇത് നമ്മുടെ കനോലി എന്ന് പറയുമ്പോഴത്തേക്ക് അത് എന്താ, ഇതൊരു ഇറ്റാലിയൻ ഡെസേർട്ടാണ്. ഗൈസ് ഇത് രണ്ടുമാണ് മേടിച്ചത്. ഇത് സത്യം പറഞ്ഞാൽ രണ്ടും ഒരു ഫേമസ് കാര്യങ്ങളാണ് അല്ലേ? അടുത്ത ഫുഡ് വന്നു കേട്ടോ. അതെന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പാസ്ത ഇതാണ്. എന്താ പാസ്തയാണിത്? ആൽഫ്രഡോ ചിക്കൻ പാസ്തയാണോ? ഓക്കെ. ഇത് നമ്മുടെ ഒരു സാൻഡ്വിച്ച് ആണ്. ഇത് ചിക്കൻ സാൻഡ്വിച്ച്, ഇറ്റാലിയൻ സാൻഡ്വിച്ച് ആണെന്ന് തോന്നുന്നു. ഇവിടെ എന്തിനു കയറിയത്? നിക്കോച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കടയാണ് ഈ ഹോം ഡിസൈൻസ് ഒക്കെ വരുന്ന. അത് എന്ത് കണ്ടാലും വിടത്തില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇനി വെക്കാൻ സ്ഥലമുണ്ടോ? ഇത് സംഭവം കാണിച്ചു തരാം. ഹായ്. വീട്ടിൽ ഫുള്ളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉടുപ്സേ ഉള്ളു. എന്നാ എടുത്തിരിക്കുന്നതാ അത് തന്നെ. ഗുഡ് ജോബ്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഒരു കുറേ ഡ്രസ്സൊക്കെ എടുത്ത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷോപ്പിംഗ് കഴിഞ്ഞു, അങ്ങനെ എത്തി. ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോയ വഴിക്ക് നിങ്ങളുടെ ഒരു ഫ്രണ്ട് വിളിച്ച് എവിടെയെങ്കിലും കഴിക്കാൻ പോയാലോ എന്ന്. നമുക്ക് പിന്നെ വിശപ്പിന്റെ അസുഖമായോണ്ട് ഞങ്ങളിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു, ഡിന്നർ എന്തോ കഴിക്കും. വീട്ടിൽ പോയി നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിച്ചാൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്ക് സമയമായപ്പോൾ വിളിച്ചേക്കുന്ന ദൈവദൂതനെ പോലെ ഇങ്ങനെ ഒരാൾ വിളിച്ച്. നമ്മുടെ ഫിലിപ്പ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ഫ്രണ്ട്, നിക്കി എന്നാണ് വിളിക്കുന്നത്. അപ്പോ ഞങ്ങളിപ്പം പോകുന്ന വഴി ഇപ്പം ഫിലിപ്പിന്റെ വീട്ടിൽ കയറിയിട്ട് അതുവഴി പോയി എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോകും. അപ്പോൾ ഇനി അടുത്തത് ഞങ്ങൾ ഇനി എന്താണ് കഴിക്കുന്നത്, ഡിന്നറിന് എന്താ കഴിക്കുന്നതെന്നും കൂടി കാണിച്ചു തരാം. അടിച്ചു കയറി വാ. So we came to Wing Snob and we got some wings. We got my mango habanero, teriyaki, and garlic parmesan wings. And then we got a side of mac and cheese as well. And those are ranches. And the fries were super good. It was the best thing they had here. Guys, എങ്ങനെയുണ്ട് വിങ്സ്? എങ്ങനെയുണ്ട്? കണ്ടിട്ട് അടിപൊളി.
ഗൈസ്, അപ്പോൾ ഞങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഡിന്നർ കഴിച്ചു, ഞങ്ങളുടെ ഫ്രണ്ട്സായിട്ട് പോയി ഡിന്നർ കഴിച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ എത്തി. ടയർഡായി, നല്ല ടയർഡായി. ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി വീട്ടിൽ വന്നു ഇച്ചിരി നേരം നമ്മൾ നെറ്റ്ഫ്ലിക്സ് ഒക്കെ കണ്ട് ചില്ല് ചെയ്ത് ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ വ്ലോഗ് അവസാനിപ്പിക്കാൻ സമയമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്. വ്ലോഗിൽ കാണാം. അടുത്ത വ്ലോഗിൽ കാണാം. ഗുഡ് നൈറ്റ്, ബൈ, ടേക്ക് കെയർ, പീസ് ഔട്ട്.